അപ്പം അങ്ങനെ നിൽക്കുന്ന പഞ്ചതാര ഗ്രഹയോഗമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന പുരുഷൻ തീർച്ചയായിട്ടും അവളുടെ ഇൻഫ്ലുവൻസ് മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള വളരെ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു സ്ത്രീ അത് അയാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുള്ളത് ഉറപ്പല്ലേ, അയാളുടെ ഭാഗ്യമാണത്. ഇപ്പൊ ഗജകേസരി യോഗ ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം നിന്നാണെന്ന് പറഞ്ഞാൽ ചന്ദ്രന് ബലം ഉണ്ടാകണം. യോഗങ്ങൾ സത്യത്തിൽ ഫലം തരുന്നവയാണെങ്കിലും അത് യഥാർത്ഥത്തിൽ അവർക്ക് അത് ഫലദായക ശേഷി എത്രത്തോളം ഉണ്ടെന്നുള്ളതൊരു അനലൈസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. മോദിജിക്കൊക്കെ ഉണ്ട് അത്, വിപരീത രാജയോഗം. നീചഭംഗ രാജയോഗം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചക്രവർത്തി യോഗമാണത്. പക്ഷെ കേൾക്കുന്നത്ര സുഖമില്ല സംഗതി. നീചത്തിൽ പോകും അയാള്. ഈ യോഗങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ കുറച്ച് നിയമങ്ങളും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ നോക്കണം. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിലേക്ക് വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജ്യോതിഷിയായ ജ്യോതി സത്യൻ മാഡമാണ്. മാഡം നമസ്കാരം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ജ്യോതിഷവശാൽ ഒരുപാട് യോഗങ്ങൾ ഉള്ളതായിട്ട് പറയാറുണ്ട്. അത് പല പല കാലഘട്ടങ്ങളിൽ പല പല യോഗങ്ങൾ. ഈ യോഗങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യനെ അഫക്റ്റ് ചെയ്യുക? യോഗങ്ങളാണ് സാധാരണ ഗ്രഹയോഗങ്ങളുമുണ്ട്. നമുക്ക് പറയാം പഞ്ചമഹായോഗങ്ങളുണ്ട്, ധനയോഗമുണ്ട്, ലക്ഷ്മി യോഗമുണ്ട്, ശകടയോഗമുണ്ട്. നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ശകടയോഗമുണ്ട്, വിപരീത രാജയോഗമുണ്ട്, രാജയോഗമുണ്ട്, ഗജകേസരി യോഗമുണ്ട്. ഇതൊക്കെ സാധാരണ ബുധാദിത്യ യോഗമുണ്ട്. പിന്നെ നിപുണ യോഗം, അതാണ് ബുധാദിത്യ യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ യോഗത്തിനും അതിൻ്റെതായ വലിയ സംഭവങ്ങളാണ് പറയുന്നത്. ഇപ്പം രാജയോഗം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് കേന്ദ്രഭാവങ്ങൾ 1, 4, 7, 10 എന്നുള്ളതാണ്. അതിൻ്റെ അധിപതി ഓരോ കേന്ദ്രാധിപത്യം വഹിക്കുന്ന ആ ഗ്രഹം, ആ ഗ്രഹം മൂലത്രികോണമായിട്ട് വരുന്ന 1, 5, 9 ബന്ധം വരിക അതിൻ്റെ അധിപന്മാർക്ക്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് രാജയോഗം എന്ന് പറയും. പക്ഷേ ഈ രാജയോഗം എന്നങ്ങനെ പറഞ്ഞു, ഈ യോഗങ്ങളൊക്കെ നമുക്ക് അതുപോലെ ഗജകേസരി യോഗം എന്നൊക്കെ പറയണത് ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം നിന്നാൽ ഗജകേസരി യോഗം എന്ന്. അവിടെ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജാതകമൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഈ യോഗങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടെന്നിരിക്കും. പക്ഷേ എന്നിട്ട് ഞാൻ ഗജകേസരി ഒന്നും ആയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് രാജയോഗത്തിൻ്റെ ഒരു മട്ടും കിട്ടിയില്ലല്ലോ എന്നൊക്കെ നമ്മൾ തന്നെ, അല്ലെങ്കിൽ പഞ്ചമഹാ യോഗങ്ങളിൽ പലതും ഉണ്ടാകും. മാളവ്യ യോഗമുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. പക്ഷെ ചിലതൊന്നും മിക്കവാറും തൊട്ട് തീണ്ടാത്ത ജീവിതമായിരിക്കും നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ യോഗങ്ങൾ യഥാർത്ഥത്തിൽ വരണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗജകേസരി യോഗം ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം നിന്നാണെന്ന് പറഞ്ഞാൽ ചന്ദ്രന് ബലം ഉണ്ടാകണം, വ്യാഴന് ബലം ഉണ്ടാകണം. അല്ലെങ്കിൽ അവർ അതിനകത്തോട്ട് വരുന്ന വേറൊരു ആരെങ്കിലും അവിടെ നിന്ന് നോക്കുന്ന ആൾ നന്നാവണം. അങ്ങനെ കുറേ ആസ്പെക്റ്റുകൾ ഇതിനകത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ യോഗങ്ങൾ സത്യത്തിൽ ഫലം തരുന്നവയാണെങ്കിലും അത് യഥാർത്ഥത്തിൽ അവർക്ക് അത് ഫലദായക ശേഷി എത്രത്തോളം ഉണ്ടെന്നുള്ളതൊരു അനലൈസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും യോഗങ്ങൾ ഉണ്ടായിട്ടും നമുക്കത് ഇപ്പോൾ ചില നമ്മളെടുക്കുമ്പോൾ ശകടയോഗം കാണാറുണ്ട്. ശകടയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ, അതായത് വ്യാഴം നിൽക്കുന്നത് ചന്ദ്രൻ്റെ 6, 8, 12 ഭാവങ്ങളിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ, ചന്ദ്രനിൽ നിന്ന് 6, 8, 12 ഭാവങ്ങളിൽ വ്യാഴം നിന്നാൽ അവിടെ ശകടയോഗം എന്ന് പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ഉയർച്ച ഉണ്ടാകും. ഒരു വീല് നമ്മൾ റിബണോ അല്ലെങ്കിൽ ഒരു മാർക്കോ ചെയ്തിടുക, എന്നിട്ട് അതിങ്ങനെ കറക്കുമ്പോൾ ആ മാർക്ക് എവിടെ വരും? താഴെ വരും, പിന്നെ മുകളിൽ പോവും, പിന്നെ താഴെ വരും. അയാളുടെ ജീവിതത്തിൽ അതുണ്ടാവും. ഏറ്റക്കുറച്ചിലുകൾ ആ ശകടമാണ്, വീലാണ്. അതൊക്കെ മറ്റ് യോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും ശകടയോഗത്തിനാണ് കൂടുതൽ, ആ പ്ലാനറ്റിനാണ് കൂടുതൽ ഡിഗ്നിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റതൊക്കെ അവിടെ കിടന്നാൽ ഇയാൾ ഈ താന്നും മുങ്ങിയൊക്കെ നടക്കും, വീല് പോലെ കറങ്ങും. ചിലപ്പോൾ നല്ല ബിസിനസ് സ്റ്റോപ്പായിട്ട് നിന്നിട്ട് അയാൾ പോലും അറിയാതെ അയാൾ താഴോട്ട് പോകും. പിന്നീട് എല്ലാം പോയി എന്ന് വിചാരിക്കുമ്പോൾ അയാൾ കയറി വരും. അങ്ങനെയൊക്കെ ഇതൊക്കെ സാധാരണ. അതുപോലെ കേമദ്രുപയോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ 2, 12 അപ്പുറവും ഇപ്പുറമുള്ള കളിയിൽ. ഇപ്പം ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ ഗ്രഹനില എടുക്കുക, അവിടെ ചായ എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ ചന്ദ്രൻ്റെ മേളിൽ അങ്ങോട്ടുള്ള കള്ളിയും ഇങ്ങോട്ടുള്ള കള്ളിയും നോക്കുക, ബാക്കും ഫ്രണ്ടും. അവിടെ വേക്കൻ്റ് ആണെങ്കിൽ കേമദ്രുപയോഗം എന്നാ പറയാ. കേമദ്രുപയോഗം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യയോഗമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കേമദ്രുപയോഗം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്ര രാജാവിൻ്റെ മകനാണെങ്കിലും എത്ര ചക്രവർത്തിയുടെ മകനാണെങ്കിലും
അയാൾക്ക് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളുണ്ട്, ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം നമുക്കത് ഇപ്പോൾ ഞാൻ എൻ്റെ ജാതകം എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ കണ്ടാൽ ഉടനെ എന്നിട്ട് ഞാൻ അത്ര വലിയ ദരിദ്രനൊന്നും ആയില്ലല്ലോ എന്ന് വിചാരിക്കും. അവിടെ ഭംഗം ഉണ്ടായിട്ടുണ്ടാകണം. അപ്പം ഏത് യോഗവും നന്നായി ഈ പഠിക്കേണ്ട ഒരു വിഷയമാണ് യോഗങ്ങൾ എന്ന് പറയുന്നത്. അതിന് പോസിറ്റീവ് സൈഡ് ആയാലും നെഗറ്റീവ് സൈഡ് ആയാലും അതിന് നമ്മൾ അനലൈസ് ചെയ്യണം. വെറുതെ യോഗങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ഇതുപോലെയൊന്നും ആകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. പിന്നെ ചില സമയത്ത് 6, 8, 12 ഭാവങ്ങൾ മോശമാണ് അത്. അപ്പോൾ അവർ തമ്മിൽ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനൊക്കെ വന്ന് വിപരീത രാജയോഗം എന്നൊക്കെ പറയും. അപ്പോൾ ഒറ്റ നോട്ടത്തിന് നമ്മളവർക്ക് ഇയാൾ പോക്കാന്ന് വിചാരിക്കുന്ന സ്ഥലത്താണ് വിപരീതമായിട്ടുള്ള അൺയൂഷ്വൽ ആയിട്ട് കോമ്പിനേഷൻ ഈ 6, 8, 12 ഭാവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അയാൾ വളരെ ടോപ്പായി പിന്നെ പോകും. മോദിജിക്കൊക്കെ ഉണ്ട് അത്, വിപരീത രാജയോഗം. അതുപോലെ നീചഭംഗ രാജയോഗം എന്ന് പറയണത്. നീചഭംഗ രാജയോഗം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചക്രവർത്തി യോഗമാണത്. പക്ഷെ കേൾക്കുന്നത്ര സുഖമില്ല സംഗതി. നീചത്തിൽ പോകും അയാൾ. ഇപ്പൊ ശനിയൊക്കെയാണ് നീചഭംഗത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയെ അറിയാം നമുക്ക്. വളരെ സ്ട്രഗിൾ ചെയ്ത് തേഞ്ഞ് ഒട്ടിയിട്ടാണ് നമ്മളല്ലാതായി പോകുന്ന ചിലരുടെയൊക്കെ അനലൈസ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാകും അവർക്ക് നീചസ്ഥനായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ ഭാവം കൂടി നോക്കുക. അപ്പോൾ ആ ഭാവത്തിൽ ഇപ്പോൾ 7-ലൊക്കെയാണ് നീചസ്ഥനായിട്ട് ശുക്രനൊക്കെ നിൽക്കുന്ന വരിക, അല്ലെങ്കിൽ അങ്ങനെ 5-ൽ നിൽക്കുക, 5, 7 അങ്ങനെയൊക്കെയുള്ള ഭാവങ്ങളിലൊക്കെ 9 ഭാവങ്ങളിലൊക്കെ പോയിട്ട് ഗ്രഹങ്ങൾ ഇങ്ങനെ നീചസ്ഥനായിട്ട് നിൽക്കുമ്പോൾ ആ ഭാവം കൊണ്ട് കിട്ടാനുള്ളതൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ അടുത്തത് നോക്കേണ്ടതെന്ന് എന്നാൽ ഇയാൾ പോയി അയ്യോ ഇനി ഒരു രക്ഷയില്ല കേട്ടോ എന്ന് വിചാരിക്കാൻ വരട്ടെ, നമ്മളതിന് ക്യാൻസലേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതാണ് നീചത്തിന് ഭംഗം സംഭവിച്ച് ചക്രവർത്തി യോഗത്തിലേക്ക് അയാൾ കയറിപ്പോകും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നീചഭംഗ രാജയോഗം എന്ന് പറഞ്ഞാൽ രാജയോഗത്തെക്കാൾ ടോപ്പാണ്. പക്ഷെ ആ വ്യക്തി അനുഭവിക്കാൻ ജീവിതത്തിൽ ഇനിയൊന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പൊ ശനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയാള് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഇനി ജീവിതം എനിക്ക് വേണ്ടാന്ന് പറയുന്ന ഒരു ഇനി ഇല്ല, ബാക്കിയൊന്നുമില്ല എന്ന് വിചാരിക്കുന്നിടത്ത് അയാൾ പോലും അറിയാതെ ഏതെങ്കിലും വഴിയിൽ അയാൾ ടോപ്പായിട്ടുണ്ടാവും. അങ്ങനെ അതാണ് നീചഭംഗരാജ. അതായത് ഒരു ഉണങ്ങിക്കരിഞ്ഞൊരു വൃക്ഷം, അതായിട്ട് നമ്മളെ തന്നെ കണക്കാക്കാം. എന്നെ ഒന്നിനും കൊള്ളില്ല, ഇനി എനിക്കൊരു ജീവിതവും ഇല്ല, മതി, എന്തായാലും ഇനി രക്ഷപ്പെടാൻ വഴികളില്ല എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മൾ അവിടെ വരെ എത്തിക്കും നമ്മളെ. മനസ്സിലായ? അങ്ങനെ ഒരു ഫീല് വന്നു കഴിയുമ്പോഴാണ് പിന്നെ ആ ഉണങ്ങി നിന്ന മരത്തിൽ നിന്ന് പതുക്കെ തളിരുകൾ വന്ന് നിറയെ പൂത്തു നിന്ന് നമ്മൾ ഭയങ്കര എന്താ പറയുക, നമ്മൾ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക്. അതാണ് നീചഭംഗരാജയം. അവിടെ നോക്കണം നമ്മൾ, അതിൻ്റെ പവർ എത്രത്തോളം ഉണ്ട്, ആ ഗ്രഹങ്ങൾക്ക് എത്രത്തോളം അതിന് ചിലർക്ക് പാർഷ്യലായിട്ടേ ഉണ്ടാവുള്ളൂ. അത് ഡെബിലിറ്റേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അതിനാണ് ഞാൻ പറയണത്. യോഗങ്ങൾ നമുക്കുണ്ടെങ്കിൽ, നല്ല നല്ല യോഗങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ 5, 7, 9, 11 ഭാവങ്ങളുടെ അതിൻ്റെ അധിപന്മാർ തമ്മിൽ കണക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്മി യോഗം എന്നൊക്കെ പറയും. അതൊക്കെ അങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റില്ല. ഈ യോഗങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ കുറച്ച് നിയമങ്ങളും കൂടി ഉണ്ട്. അപ്പം അതും കൂടി നമ്മൾ നോക്കണം. അവിടെയാണ് സാധാരണ നമ്മളിപ്പോൾ പ്രിന്റ് ചെയ്ത് കിട്ടുന്ന ജാതകങ്ങളായാലും ഇല്ല, ഇനി എഴുതി ഉണ്ടാക്കുന്ന ജാതകങ്ങളായാലും അവിടെയൊക്കെ യോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. നമ്മുടെ കുട്ടിക്ക് ഇതെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. അതൊരു പരിധിയിൽ നമുക്കതൊന്നും കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കേമദ്രുപ യോഗമൊക്കെ വരുമ്പോൾ നമ്മൾ പേടിക്കുകയും ചെയ്യും. ഇതൊക്കെ ഇത് ഇത്രയൊക്കെ നമ്മൾ സമ്പാദിച്ചു വെച്ചാൽ ഈ കുട്ടിക്ക് ദരിദ്രനാകാനുള്ള യോഗം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഭയം ഉണ്ടാകുന്ന അങ്ങനെയും യോഗങ്ങൾ ഭയവും തരുന്നുണ്ട്. ശകടയോഗം അതുമൊക്കെ നമുക്ക് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചുള്ള അയാൾക്ക് ശകടയോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് പേടി വന്നു. കാരണം ഇത് എപ്പോഴാണ് ഈശ്വര ഇത് താഴോട്ട് പോകുന്നത് എന്നുള്ളൊരു ചിന്ത വരും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ അതിനാണ് ശരിക്കും ഒരു അസ്ട്രോളജറുടെ ആവശ്യം. അതാണ്. നമുക്ക് വേണമെങ്കിൽ ബുക്കുകൾ വായിക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇതൊക്കെ യോഗങ്ങളുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. പക്ഷെ അതിന് ടോട്ടൽ ഒരു ഗ്രഹങ്ങളുടെ ദൃഷ്ടി, ലഗ്നത്തിൻ്റെ ബലം, ഈ സംയോഗങ്ങൾ ചെയ്യുന്ന അതുപോലെ ഷഡ്ബലം, നവാംശം, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ കോമ്പിനേഷൻ ചെയ്ത് അവരെ കമ്പൈൻ ചെയ്തിട്ട് ഒരു നെറ്റ് റിസൾട്ട് പറയണം. അപ്പം മാത്രമാണ് നമുക്ക് യോഗങ്ങൾ കറക്റ്റ് ആണോ, അത് നമ്മൾക്ക് പ്രാവർത്തികമാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. പലരുടെയും ജീവിതത്തിൽ പഞ്ചപുരുഷ യോഗം, മഹാപുരുഷ യോഗമൊക്കെ ഉണ്ട്. പക്ഷെ അത് ചിലർക്ക് മാത്രമാണ് പ്രാവർത്തികമായിട്ട് വരുന്നത്. ചിലപ്പോൾ ഈ എന്താണ് ട്വിൻസൊക്കെ വരുമ്പോൾ അങ്ങനെ വരാം. ചെറിയ വ്യത്യാസമായിരിക്കും ചിലപ്പോൾ വരുന്നത്. പക്ഷെ ഇയാൾക്ക് രണ്ടുപേർക്കും ഒരേ യോഗമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകാം.
പക്ഷെ ഒരാളായിരിക്കും ചിലപ്പോൾ ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് പോകണം. അത് ഇതൊക്കെ തന്നെ കാര്യം. അതെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ യോഗങ്ങളൊക്കെ നമുക്ക് കേട്ടുപരിചയമുള്ള യോഗങ്ങളാണ്. ഒരു ഇതൊന്നും അല്ലാതെ വേറൊരു യോഗം, പഞ്ചതാരക ഗ്രഹയോഗം. ഇത് ഇങ്ങനെ ഒരു യോഗമുള്ള ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക്, അതിപ്പം ഭർത്താവ് ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അങ്ങനെ നിൽക്കുന്ന ആൾക്ക് അവർക്കും ഇതും കൊണ്ട് ഗുണമുണ്ടാവുന്ന യോഗമാണ്. തീർച്ചയായിട്ടും. ഈ പഞ്ചതാരാഗ്രഹം 5 ഗ്രഹങ്ങൾ നമ്മളെ ഏറ്റവും ബുധൻ, ഗുരു, ശുക്രൻ, അങ്ങനെയൊക്കെയുള്ള 5 മഹാഗ്രഹങ്ങളുണ്ടല്ലോ. ആ ഗ്രഹങ്ങൾ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരാളുടെ ജാതകത്തിൽ വരുമ്പോഴാണ് ഈ പഞ്ചതാരാഗ്രഹ യോഗം അവർ തമ്മിലൊരു അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ലിങ്ക് വരിക. അങ്ങനെ വരുമ്പോൾ അവർ മൾട്ടി ടാലന്റഡ് ആയിരിക്കും. അതുപോലെ അവർക്കും അസാധ്യ കഴിവുകളും അസാധ്യമായ ഭാഗ്യവും ഉണ്ടാവും. അയാളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമല്ലോ, ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം അങ്ങനെ പഞ്ചതാരാഗ്രഹ യോഗമൊക്കെ ഉള്ള സ്ത്രീകളെയൊക്കെ ഒരു കുടുംബത്തേക്ക് കയറി വരുമ്പോഴത്തേക്ക് ആ കുടുംബം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രസരിപ്പ് ആ ആളിനും ഉണ്ടാവും, ഭർത്താവിനും ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഐശ്വര്യത്തിൻ്റെ പഞ്ചമഹാഗ്രഹങ്ങൾ വളരെ സ്തുതിച്ച് നിൽക്കുന്ന ഒരു യോഗമാണത്. അപ്പം അങ്ങനെ നിൽക്കുന്ന പഞ്ചതാരാഗ്രഹ യോഗമുള്ളൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന പുരുഷൻ തീർച്ചയായിട്ടും അവളുടെ ഇൻഫ്ലുവൻസ് മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള വളരെ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു സ്ത്രീ അത് അയാളിലേക്ക് സ്പ്രെഡ് ചെയ്യുമെന്നുള്ളത് ഉറപ്പല്ലേ. അയാളുടെ ഭാഗ്യമാണത്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കിട്ടുക ഭയങ്കര അതൊന്നും വളരെ ഈസിലി ഒരാൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന, അയാളുടെ ജാതകം അതുപോലെ തന്നെയായിരിക്കും. അങ്ങനെ കിട്ടാൻ യോഗം ഉണ്ടാവുക ജാതകത്തിൽ. അത് അങ്ങനെയുള്ളൊരു സ്ത്രീരത്നത്തെ കിട്ടാനും ഭാഗ്യം വേണം. അതിനുള്ള ഒരു കപ്പാസിറ്റി അയാളുടെ ഇതിലും ഉണ്ടാകും തീർച്ചയായിട്ടും. യോഗങ്ങൾ വളരെ ശക്തമാണെങ്കിൽ അതിന് തരുന്ന ഫലദായക ശേഷിയും അതുപോലെ തന്നെ ലൈഫിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന പാകത്തിനുള്ളതായിരിക്കും.